ഹലോ വെൽക്കം ടു സാലി കിച്ചൻ. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കാണാൻ അടിപൊളി മൊഞ്ചുള്ളൊരു സ്നാക്കാണ് ചെയ്യുന്നത്. പഴം വെച്ചിട്ടുള്ള കിളിക്കൂടാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഈവനിങ് എന്തെങ്കിലും സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പഴം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്നാക്കാണ്. പൊതുവേ കായട കായ്പോള അതുപോലത്തെ സംഭവങ്ങളാണല്ലോ പഴം കൊണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫില്ലിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യൊന്ന് ചേർക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടാകുന്ന സമയത്ത് ഒരു അരക്കപ്പോളം തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അടക്കൊക്കെ വറുത്തെടുക്കുന്നത് പോലെ ലൈറ്റ് കളറാകുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാഷ്യും കിസ്മിസും ചേർക്കുന്നുണ്ട്. ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ വറുത്തെടുക്കാം. ഇതിൽ കാഷ്നട്ട് റോസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ലൈറ്റ് കളറാകുന്ന വരെ വറുത്തെടുക്കുക. അവസാനം നമ്മളിത് പാനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് 2 പഴം വേണം. ഞാൻ പഴം ഒന്ന് വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഉടച്ചെടുക്കുക. എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കുക. ഇളം പഴുത്ത പഴം എടുക്കരുത്. പിന്നെ അത് വെന്ത് കിട്ടാനോ ഉടഞ്ഞു കിട്ടാനോ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയെടുത്തതിന് ശേഷം ചെറിയൊരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഒരു ബോൾ പോലെ അങ്ങ് ഉരുട്ടിയെടുക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റാക്കി എടുത്തതിന് ശേഷം നടുവിൽ ചെറുതായിട്ട് ഇതുപോലൊരു കുഴിയിട്ട് കൊടുത്തിട്ട് നമ്മൾ നെസ്റ്റിൻ്റെ ഷേപ്പ് അങ്ങ് ആക്കിയെടുക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ അരക്കപ്പ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ വറുത്തതൊന്നല്ല. ഓരോന്നായിട്ട് ആദ്യം മൈദയിൽ മുക്കിയെടുത്തതിന് ശേഷം സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. മൈദ കുറച്ച് ലൂസായിട്ട് കലക്കിയെടുക്കണം. നല്ല കട്ടിയിൽ അങ്ങ് കലക്കിയെടുക്കരുത്. ജസ്റ്റ് അത് പഴത്തിൻ്റെ പുറത്തൊരു നനവ് കിട്ടിയേ വേണ്ടോ. ഈ ഒരു മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട എടുത്താലും മതി. നന്നായിട്ട് സേമിയ വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചൂടുള്ള ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. സേമിയ കുറച്ച് ലൈറ്റ് കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓവറായിട്ട് അങ്ങ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സേമിയ ഭയങ്കര ക്രിസ്പി പോവും. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം. പഴം വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്